ാണ് വിവാദ പ്രസ്താവന നടത്തിയതിൽ സമസ്ത നേതൃത്വത്തിന് വിശദീകരണം നൽകിയിരിക്കുകയാണ് ഉമർ ഫൈസി മുക്കം. 2 ആഴ്ച മുൻപാണ് സാദിഖ് അലി തങ്ങളെ വിമർശിച്ച് നടത്തിയ പ്രസ്താവനയിൽ ഉമർ ഫൈസിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. വിശദീകരണം അടുത്ത മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, വിശദീകരണമൊക്കെ നൽകിയിരിക്കുകയാണ്. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ഭിന്നതകളൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ്. എന്താണ് ഈ വിശദീകരണം എന്ന് അറിയുന്നുണ്ടോ? ഇതോടുകൂടി കാര്യങ്ങൾ അങ്ങ് അവസാനിക്കുമോ? ഈ വിശദീകരണത്തെ കുറിച്ചുള്ള ചർച്ചകളും ഇനി നടക്കുമല്ലോ. പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ടോ? ദിവിഷ് മണി ആൻഡ് പൂജ ലക്ഷ്മി, ഈ സമസ്ത കേന്ദ്ര മുഷാവറ അംഗമായ ഉമർ ഫൈസി മുക്കത്തെ ചൊല്ലി സമസ്തയിൽ വിഭാഗീയത രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഈ പാണക്കാട് സാദിഖ് അലി തങ്ങളെ വിമർശിച്ചുകൊണ്ട് ഉമർ ഫൈസി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് എടവണ്ണപ്പാറയിൽ നടന്ന ഒരു പരിപാടിയിൽ സാദിഖ് അലി തങ്ങൾക്ക് കാസിസ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല, അതിന് മതപാണ്ഡിത്യം വേണമെന്നതായിരുന്നു അദ്ദേഹം നടത്തിയ ഒരു പരാമർശം. ഈ പരാമർശം വലിയ തോതിൽ വിവാദമാവുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായ സമയത്താണ് സമസ്ത നേതൃത്വം ഇദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത്. ഈ കാരണം കാണിക്കൽ നോട്ടീസിനാണ് ഇപ്പോൾ നേതൃത്വത്തിന് ഉമർ ഫൈസി വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ വിശദീകരണത്തിൽ നിന്നും അതായത് മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിച്ചു. ഞാൻ പറയുന്നത് ദീൻ മാത്രമാണ്, അതായത് പറയുന്നത് ഇസ്ലാമാണ്, നിയമമാണ് എന്ന രൂപത്തിലുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്നാണ് സൂചന. എന്നാൽ അതിലൊരു വ്യക്തമായ വിവരം ലഭിക്കണമെങ്കിൽ അടുത്ത മുഷാവറ യോഗത്തിൽ തന്നെ അക്കാര്യം ചർച്ച ചെയ്യും. ഒരു പക്ഷേ പൊട്ടിക്കാത്ത കവറിലാണ് ഇദ്ദേഹത്തിന്റെ വിശദീകരണം ഉള്ളത്. അത് മുഷാവറ യോഗത്തിൽ മാത്രമേ അത് ആ കവർ പൊട്ടിക്കുകയുള്ളൂ, വിശദീകരണം പണ്ഡിതരുടെ മുൻപാകെ വായിക്കുകയുള്ളൂ എന്നൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിശദീകരണം. ഇതിലിപ്പോൾ എന്തായാലും ഈ ഉമർ ഫൈസി ഈ ഒരു പ്രസ്താവന നടത്തിയതിനു പിന്നാലെ തന്നെ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ചേരിപ്പോര് വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. എടവണ്ണപ്പാറയിൽ പരിപാടി നടത്തിയതിനു ശേഷം അവിടെ ലീഗ് അനുകൂല സമസ്തക്കാർ ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടത്തുകയും ഉമർ ഫൈസിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പിന്നീട് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ നളന്ദ ഓഡിറ്റോറിയത്തിൽ ഈ ലീഗ് അനുകൂല സമസ്തക്കാർ കൂടി ചേർന്നുകൊണ്ട് ഒരു അഡ്ഹോക്ക് കമ്മിറ്റി, ഒരു സമാന്തര കമ്മിറ്റി ഉണ്ടാക്കുകയും ഈ സമാന്തര കമ്മിറ്റി ഉമർ ഫൈസിയെ പുറത്താക്കണമെന്ന് ശക്തമായി പറയുന്നു. സമസ്ത ലീഗ് വിഷയത്തിൽ വളരെ നിർണായകമായൊരു അല്ലെങ്കിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച വിമർശനമായിരുന്നു സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉമർ ഫൈസി മുക്കം ഉന്നയിച്ചത്. അതിൽ ഉമർ ഫൈസി മുക്കത്തിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു. അപ്പോൾ അതിലുള്ള വിശദീകരണം, ഇനി ആ വിശദീകരണം മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്യും. അത് തൃപ്തികരമാണോ? അല്ലേ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ഒരു സമവായത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്.